നമ്മളിനി മൂന്നാറിലോട്ട് പോകുമ്പോൾ മൂന്നാറിലെ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ദേവികുളം എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലാണ് ആന ഇറങ്ങിയത്. പുലർച്ചെ കൃഷിത്തോട്ടത്തിലെത്തിയ ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. RRT സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ്. സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പനും ഇറങ്ങിയിട്ടുണ്ട്. ദേവാലയത്തിലെ വേലിത്തൂണുകൾ ആന നശിപ്പിച്ചു. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി വരും. പ്രിൻസ്, മൂന്നാറിലെ ഇടുക്കിയിലെ ആളുകളെ സംബന്ധിച്ച് യാതൊരു മനസമാധാനവും ഇല്ലാത്ത ദിവസങ്ങളാണ് കടന്നുപോകുന്നത്. ഒരു വശത്ത് പടയപ്പയുണ്ട്, ഒരു വശത്ത് ചക്കക്കൊമ്പനുണ്ട്. എന്താണ് നിലവിലൊരു സാഹചര്യം? അവിടുത്തെ ആളുകളുടെ ആശങ്ക അത് എത്രത്തോളമുണ്ട്? എന്താണ് വിശദാംശങ്ങൾ? ചക്കക്കൊമ്പനും പടയപ്പയും എല്ലാ ദിവസവും തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുൻപ് അരിക്കൊമ്പനുണ്ടായിരുന്ന കാലഘട്ടത്തിന് സമാനമായ സാഹചര്യം. അരിക്കൊമ്പൻ എല്ലാ ദിവസവും ജനവാസ മേഖല ഇറങ്ങി നാശനഷ്ടം വരുത്തുകയും ചെയ്തിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ചക്കക്കൊമ്പന്റെയും പടയപ്പയുടെയും ഒക്കെ ഇറക്കം. പടയപ്പ കഴിഞ്ഞ രാത്രിയിലൊക്കെ ഈ ദേവികുളം ഫാക്ടറി മേഖലയിലാണ് നിലയുറപ്പിച്ചിരുന്നത്. പുലർച്ചെ ഇവിടുത്തെ കൃഷിയിടങ്ങളിലേക്ക് കടക്കുകയും വാഴയുടെ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും ദേവികുളത്ത് തന്നെയായിരുന്നു. ദേവികുളത്ത് ഈ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലായിരുന്നു പടയപ്പ നിലയുറപ്പിച്ചിരുന്നത്. എന്നാൽ ചക്കക്കൊമ്പനായിട്ട് ചിങ്ങുകൊണ്ടത്താണ് 2 ദിവസങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു വീടിന് നേരെ ആക്രമണം ഉണ്ടായി. അതേ തുടർന്നാണ് ഇന്ന് ദേവാലയ പരിസരത്ത് എത്തുകയും ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചക്കക്കൊമ്പൻ പന്നിയാർ എസ്റ്റേറ്റിലെ ഒരു റേഷൻ കടയ്ക്ക് നേരെയും ഒപ്പം 301 കോളനിയിലെ ഒരു വീടിന് നേരെയും ഒക്കെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായി ഇത്തരത്തിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നേരെയൊക്കെയുള്ള ആക്രമണങ്ങൾ വലിയ ആശങ്ക ജനങ്ങളിൽ ഉയർത്തുന്നുണ്ട്. കാരണം മുൻപ് അരിക്കൊമ്പൻ ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കൾ തേടി ഇത്തരം കെട്ടിടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പതിവാക്കിയിരുന്നു. പ്രത്യേകിച്ചും വീടുകൾക്കും റേഷൻ കടകൾക്കും നേരെ അരിക്കൊമ്പൻ പതിവായി ആക്രമണം നടത്തിയിരുന്നു. സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ചക്കക്കൊമ്പൻ എത്തുന്നത്. മിക്ക ദിവസങ്ങളിലുമൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും ഒപ്പം ഈ കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും നേരെയൊക്കെ ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് ചക്കക്കൊമ്പൻ മാറിയിരിക്കുന്നു. അത് വലിയ ആശങ്കയ്ക്കാണ് ഇടവരുത്തുന്നത്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയാണ് സ്റ്റേഷന് മുൻപിലെത്തിയത്. സ്റ്റേഷൻ കോമ്പൗണ്ടിലെ തെങ്ങിലെ പട്ട അടർത്തി കഴിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പോലീസുകാർ ശബ്ദമുണ്ടാക്കിയതാണ് ആനയെ തുരത്തിയത്. നമ്മുടെ പട്ട വലിച്ചത്